തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഒരു വീട് കേന്ദ്രീകരിച്ച് ഹവാല പണമിടപാട് നടക്കുന്നതായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സിഐക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ റെയ്ഡുകൾ നടത്തിയത്. ഈഞ്ചക്കലിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 25 ലക്ഷം രൂപ പിടിച്ചെടുത്തു. വീട്ടിലുണ്ടായിരുന്ന 5 പേരെയും കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് കൊടുവള്ളി സ്വദേശികളായ അനസ് അൻസാർ, അനസ് അസൈനാർ, മാർത്താണ്ഡം സ്വദേശി അലക്സാണ്ടർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആര്യശാലയിലെ പൂജ ഗാർമെന്റ്സിലാണ് പണം സൂക്ഷിക്കുന്നതെന്ന വിവരം ലഭിച്ചത്. സൂക്ഷിച്ചു വെക്കപ്പെട്ട പണത്തിന്റെ നമ്പർ മെസ്സേജ് ചെയ്താൽ പറയുന്ന സ്ഥലത്ത് പണമെത്തും. പിടിയിലായവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചതോടെ 17 ലക്ഷം രൂപ തമ്പാനൂരിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പൂജ ഗാർമെന്റ്സിൽ നടത്തിയ പരിശോധനയിൽ 17 ലക്ഷം രൂപ കൂടി കണ്ടെടുത്തു. പൂജ ഗാർമെന്റ്സിന്റെ ഉടമ പൃഥ്വി സിംഗിനെയും കസ്റ്റഡിയിലെടുത്തു. കണ്ടെടുത്ത പണത്തിന് തെരഞ്ഞെടുപ്പുമായോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ ബന്ധമില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് വെങ്കടേഷ് പറഞ്ഞു. ഇത് ഉപയോഗിക്കുന്നത് ഹവാല ആണ്. ബേസിക് ടു അവോയ്ഡ് ഇൻകം ടാക്സ്. പൈസ വന്നത് തമിഴ്നാട് ആൻഡ് ഈ ഓപ്പറേറ്റർ കോഴിക്കോട്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ആന്റി സോഷ്യൽ ഡ്രൈവ് ആണ്. അല്ല, നമുക്ക് സംശയമാണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ്. ഈഞ്ചക്കലിലെ വീട് വാടകയ്ക്കെടുത്ത കൊടുവള്ളി സ്വദേശി ഷംസീറാണ് ഈ ഇടപാടിലെ മുഖ്യകണിയെന്നും പോലീസ് പറയുന്നു. കൂടുതൽ അന്വേഷണത്തിന് കേസ് ഇൻകം ടാക്സ് വകുപ്പിന് കൈമാറി. കസ്റ്റഡിയിലെടുത്തവരെ ഇൻകം ടാക്സ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.